ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അലീസയാണ്. ഇതിന് ഹരീസ്, അൽസ എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ പറയുന്നത് അൽസ എന്നാണ്. അപ്പോൾ ഗോതമ്പും ചിക്കനും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കന് പകരം മട്ടൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് ഗോതമ്പാണ്. ഗോതമ്പ് നമ്മൾ സാധാരണ പൊടിക്കാനൊക്കെ എടുക്കുന്ന ഗോതമ്പല്ല, നന്നായിട്ട് ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് നല്ലൊരു വെളുത്ത കളറിലുള്ള ഗോതമ്പാണ് പൊതുവെ അൽസയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പാക്കറ്റിൽ കിട്ടുന്ന ഗോതമ്പുണ്ടല്ലോ, അത് തന്നെ മതി. അല്ലാതെ മഞ്ഞ കളറിലുള്ള സ്കിന്നോട് കൂടിയിട്ടുള്ള ഗോതമ്പ് എടുക്കരുത്. അപ്പോൾ ഈ ഗോതമ്പ് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം, എന്നാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഗോതമ്പ് കുതിർത്ത് വെക്കാൻ. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഗോതമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഗോതമ്പ്. ഇനി ഇതിലുള്ള വെള്ളം നമുക്ക് മുഴുവനായിട്ടൊന്ന് കളയാം. വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ഗോതമ്പ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ്. ഗോതമ്പ് മുഴുവൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് ഗോതമ്പിന് 1/4 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഈ ഫാറ്റൊന്നും കട്ട് ചെയ്ത് കളയരുത്. ഫാറ്റോട് കൂടിയിട്ട് വേണം നമ്മൾ അൽസയിലേക്ക് ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാറ്റും കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിനേക്കാളും നല്ലത് ലെഗ് പീസ് അല്ലെങ്കിൽ തൈ പീസൊക്കെയാണ് ഈ അൽസയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നല്ലത്. എല്ലോട് കൂടി തന്നെ ചേർക്കാം, അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ലാസ്റ്റ് എല്ലെടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലോട് കൂടിയിട്ട് തന്നെ ചിക്കൻ ഗോതമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പിന് 1/4 കിലോഗ്രാം ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒരു വലിയ സവാളയുടെ 4/1 മറ്റും മതിയാവും. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. 2 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഗ്രാമ്പൂ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 3 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അതായത് നമ്മൾ ഗോതമ്പ് അളന്ന അതേ കപ്പിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. അതിനുശേഷം വെയിറ്റും കൂടി ഇട്ടിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഈ പ്രഷർ കുക്കർ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കൊടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വിസിലിന് ശേഷം ഞാനിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ വേവിച്ചെടുക്കാം. അതായത് 1ാമത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അൽസ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കിയാൽ മതി. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കയ്യിലെടുത്ത് നോക്കുമ്പോൾ എടുത്തിട്ട് നമ്മളിങ്ങനെ വിരലുകൊണ്ട് അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു വരണം ഗോതമ്പ്. അത്രയും നന്നായിട്ട് വെന്ത് കിട്ടണം. കാരണം നമുക്ക് അൽസ കഴിക്കുന്ന സമയത്ത് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകണം. അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് കുക്കർ തുറന്നതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ എല്ലിൽ നിന്നും വിട്ടുപോരും. അപ്പോൾ നമുക്ക് എല്ലെടുത്ത് മാറ്റാൻ ഈസിയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കഴിയുമ്പോൾ എല്ല് വേറെയും ഇറച്ചി വേറെയുമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതിൽ നിന്നുള്ള എല്ല് മുഴുവനും എടുത്തു മാറ്റാം.
മുഴുവൻ എല്ലും എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കണം. ചെറിയ കഷ്ണം എല്ല് പോലും അതിൽ ബാക്കി ഉണ്ടാവരുത്. ഇതിലുള്ള എല്ല് മുഴുവനും ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലിൽ ഇറച്ചി കഷ്ണങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് എടുത്തിട്ട് അത് തിരിച്ച് ഗോതമ്പിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം. കൂടുതൽ തണുക്കണം എന്നില്ല, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരക്കുന്ന മിക്സി ഉണ്ടല്ലോ, ആ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചാൽ മതി. കൂടുതൽ പേസ്റ്റ് പോലെ ആവണമെന്നില്ല. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണമെന്നുണ്ടെങ്കിൽ അതുപോലെ അരച്ചെടുക്കാം. ഗോതമ്പിൻ്റെ ഒരു കടി വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് അരച്ചാൽ മതി. അപ്പോൾ ഞാനിത് മുഴുവനും ഒന്നിച്ച് തന്നെ ഈ ഫുഡ് പ്രോസസ്സറിൽ ഇടുന്നുണ്ട്. അപ്പോൾ ചെറിയ മിക്സിയൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിലിപ്പോൾ ഇത് മുഴുവനും കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതിവിടെ അരച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫുഡ് പ്രോസസ്സർ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ചെറിയ ചെറിയൊരു തരികൾ മാത്രമേ ഇനിയിപ്പോൾ ഈ ഗോതമ്പിൻ്റേതായിട്ട് ഇതിലുള്ളൂ. എന്നാൽ പേസ്റ്റ് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് അരച്ചിട്ടുമില്ല. അപ്പോൾ ഈ അരച്ച ഗോതമ്പ് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്ത് മാറ്റിയിട്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ചേർക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1-ാം പാൽ തന്നെയാണ്, പക്ഷെ വെള്ളം ഒഴിച്ചിട്ട് എടുത്ത 1-ാം പാലാണ്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ തേങ്ങാപ്പാൽ ഇതിൽ നിർബന്ധമില്ല. തേങ്ങാപ്പാൽ ചേർക്കാതെ വെറും വെള്ളം മാത്രം ചേർത്തിട്ട് അൽസ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അതുകൂടാതെ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാറുമുണ്ട്. അതുകൂടാതെ പശുവിൻ പാൽ ചേർക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അൽസ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ എടുത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അതുപോലെ ചെയ്യാം. പാൽപ്പൊടിയോ പശുവിൻ പാലോ ഇനിയിപ്പോൾ ഒന്നും ചേർക്കാതെ സാധാ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെയ്യ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നെയ്യ് കൂടുതൽ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും ഒഴിവാക്കാം. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അൽസ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. മാറ്റി ഉടനെ തന്നെ ഇത് അടച്ച് വെക്കാം. നമ്മുടെ അൽസ എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരണം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ഇതളും അടർത്തിയിടാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ നേരിയതായിട്ട് അരിയണം. ഇനി ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10-12 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ കശുവണ്ടിയും കൂടി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം. കശുവണ്ടിയും കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ട, അത് പെട്ടെന്ന് റെഡിയാവും. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റാം. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ മുന്തിരി കരിഞ്ഞു പോകും. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ അൽസ പ്രഷർ കുക്കറിൽ നിന്നും ഒരു ബൗളിലേക്ക് ഞാൻ വിളമ്പാൻ പോവുകയാണ്. മുഴുവനും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലേറ്റിലായിട്ട് ആവശ്യത്തിന് വിളമ്പിയാലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബൗളിലേക്ക് മുഴുവൻ അൽസയും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യോട് കൂടിയിട്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ ബൗളിൽ നിന്ന് നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ അലീസ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, എത്ര കഴിച്ചാലും മതിയാവില്ല. പഞ്ചസാര ചേർത്തിട്ടാണ് പൊതുവെ അൽസ കഴിക്കുന്നത്. പക്ഷേ എനിക്കിത് പഞ്ചസാരയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് വെറുതെ ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. കുറച്ച് പേര് എൻ്റെ അടുത്ത് ഈ റെസിപ്പിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്